ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നിഫ്റ്റി എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ആദ്യം 28/5/2025 ബുധനാഴ്ച 24,757 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് 24,725 എന്ന ലെവലാണ്. അതായത് ചാർട്ട് പ്രകാരം നോക്കുമ്പോൾ ഒരു 68 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ്. ആദ്യത്തെ 1 മിനിറ്റിൽ തന്നെ പ്രൈസ് വളരെ വേഗം മുകളിലേക്ക് സഞ്ചരിച്ചു. നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 24,788 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്തു. ഇവിടെ ഇന്ന് രേഖപ്പെടുത്തിയ ഹൈ 24,889.7 എന്നായിരുന്നു. ഇന്നത്തെ ഹൈ ആൻഡ് ലോ പരിശോധിക്കണമെങ്കിൽ നമുക്ക് കാണാം, ഒരു 215 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇന്ന് നിഫ്റ്റി തന്നിട്ടുള്ളത്. എന്നാൽ നല്ല ട്രേഡിംഗ് ചാൻസ് ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ആദ്യത്തെ 1 മിനിറ്റ് ഫുള്ളി അപ്വേർഡ് പോയി. പിന്നീടുള്ള 1 മിനിറ്റിൽ നോക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന 24,789 ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഡൗൺ സൈഡിലേക്ക് പോരുകയാണ് ചെയ്തത്. അപ്പോൾ അതൊരു സെല്ലിംഗ് പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിച്ചേക്കാം എന്ന് കരുതിയ ഏതൊരാൾക്കും ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാൻ കഴിയുന്നതായിരുന്നു. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോയാണ്. എന്നാൽ രണ്ടാമത്തെ 5 മിനിറ്റ് വളരെ കൃത്യമായി ഡൗൺ സൈഡിലേക്ക് ക്ലോസ് ചെയ്തു. വീണ്ടും അപ്പ് മൂവ് കിട്ടി. അത് പിന്നെയും ക്ലോസ് ചെയ്തിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ഏതൊരാൾക്കും നല്ല ഒരു ടാർഗറ്റ് കിട്ടി. എന്നാൽ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന സപ്പോർട്ട് എന്ന് പറയുന്നത് 24,750 ലെവലാണ്. അത് തന്നെയുമല്ല, വീണ്ടും കിട്ടിയ അപ്പ് മൂവ് പുതിയ ഉയരം തരാതെ സെല്ലിംഗ് സൈഡിലേക്ക് തന്നെ മൂവ് ചെയ്യുമ്പോൾ തീർച്ചയായും രണ്ടാമതും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാനും ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ആ തരത്തിൽ ട്രേഡ് ചെയ്തപ്പോൾ വീണ്ടും സപ്പോർട്ടിൽ വന്നു, അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ ഈ ഏരിയയിൽ നിന്നും ഒരു ബൈങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റിക്കായി ശ്രമിച്ചുകൊണ്ടിരുന്ന മാർക്കറ്റ് കൃത്യമായും തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നിന്നുകൊണ്ട് വളരെ സ്ട്രോങ് ആയി ഒരു സെല്ലിംഗ് 5 മിനിറ്റ് തൊട്ട് താഴെ നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന മൈനർ സപ്പോർട്ടായ 24,694 ബ്രേക്ക് ചെയ്ത് 24,677 എന്ന് പറയുന്ന ലെവൽ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് അതിനും വളരെ താഴെയാണ് നമ്മളുടെ അടുത്ത ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ലെവൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും കിട്ടിയ ഒരു അപ്പ് മൂവ് നമ്മൾ രേഖപ്പെടുത്തിയിരുന്ന പ്രധാന റെസിസ്റ്റൻസിന് മുകളിൽ കയറി ക്ലോസ് ചെയ്യുകയും ഈ ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്യുകയുമാണ് ചെയ്തത്. വീണ്ടും ഒരു പുട്ട് ഓപ്ഷൻ ലഭിച്ചേക്കും എന്ന് കരുതി ട്രേഡ് ചെയ്ത ഏതൊരാൾക്കും ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് കിട്ടിയിട്ടുണ്ടാവാം. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു റിവേഴ്സൽ തന്നതിന് ശേഷം വീണ്ടും ഇതിന് മുകളിലോട്ട് പ്രൈസ് കയറി ക്ലോസ് ആകുന്നത് കണ്ട് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിഞ്ഞ ഏതൊരാൾക്കും പിന്നീട് കുറഞ്ഞ നേരത്തിനുള്ളിൽ ഒരു ഹീറോ സീറോ നല്ല ട്രേഡിന് സാധ്യത കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഒട്ടനവധി പേർ പബ്ലിക്കിൽ നിന്നും എനിക്ക് നല്ല വലിയ PNLകൾ അയച്ചു തന്നിരുന്നു. അത്തരത്തിൽ നല്ല പ്രോഫിറ്റിൻ്റെ PNLകൾ അയച്ചു തരുന്നത് കിട്ടുന്നത് വളരെ സന്തോഷം തന്നെയാണ്. നമ്മളുടെ ട്രേഡിംഗ് മെത്തേഡും ലെവലും പ്രയോജനപ്പെടുത്താൻ പലർക്കും കഴിയുന്നുണ്ട് എന്ന് കാണുന്നത് ഈ വീഡിയോ ചെയ്യുന്നതിൽ എന്നെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് കിട്ടുമ്പോൾ എനിക്ക് PNL അയച്ചു തരുന്നത് എനിക്കൊരു ഡിസ്റ്റർബൻസ് ആകുമോ എന്ന് കരുതേണ്ടതില്ല. തീർച്ചയായും അയച്ചു തരാവുന്നതാണ്. ഞാൻ എൻ്റെ ഫ്രീ ടൈം നോക്കി തീർച്ചയായും അവയെല്ലാം കാണുന്നതാണ്. അതിന് എൻ്റെ റെസ്പോൺസ് കൃത്യമായും നിങ്ങൾക്ക് വാട്സപ്പിൽ രേഖപ്പെടുത്തുന്നതുമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇന്ന് നല്ല ഒരു ട്രേഡിംഗ് ദിനമായിരുന്നു. കൃത്യമായും ചാർട്ട് അനലൈസ് ചെയ്യാൻ അറിയാവുന്നവർക്കും കൃത്യമായ അനലൈസേഷൻ അനുസരിച്ച് ട്രേഡിൽ എൻ്റർ ആകാൻ കഴിയുന്നവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ലഭിച്ച ഈ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ പ്ലാൻ എന്താണ് എന്ന് പരിശോധിക്കാം. 24,858 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന ഒരു പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിന് തൊട്ട് താഴെയായി 24,818 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. മുകളിൽ 25,014 കഴിഞ്ഞ ദിവസങ്ങളിലെ രേഖപ്പെടുത്തിയ ലെവലാണ്. അതാണ് ഞാൻ പ്രധാനമായി ലഭിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തൊട്ട് താഴെ മൈനർ റെസിസ്റ്റൻസ് ആയി 24,972 എന്ന ലെവലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഈ മൈനർ റെസിസ്റ്റൻസിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. ആ തരത്തിൽ ഒരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ വിവരമാണ്.
എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് വേണ്ടി വീണ്ടും ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷനിൽ സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്നവ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണെങ്കിലും അതിന് താഴോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ വീണ്ടും ക്ലോസ് ആവുന്നു എന്ന് വന്നാൽ തുടർന്ന് താഴെ രേഖപ്പെടുത്തിയ സപ്പോർട്ട് ലെവലുകൾ ടാർഗറ്റുകളായി ലഭിച്ചേക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ലോ ആയ 24,700 എന്ന ലെവലിന് താഴോട്ട് പ്രൈസ് ബ്രേക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അഥവാ ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആവുകയാണെങ്കിൽ 24,668 എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയാൽ മാത്രമാണ് വീണ്ടും ഡൗൺ സൈഡിലേക്ക് പ്രൈസ് മൂവ് ചെയ്യാൻ സാധ്യതയുള്ളൂ. 55,628 എന്ന ലെവലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 55,559 എന്ന് പറയുന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ റെസിസ്റ്റൻസുകളായി 55,834, 969, 56,142 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ചേർത്തിട്ടുള്ളത്. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകളിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യും. ആദ്യം ലഭിക്കേണ്ടത് 55,834 എന്ന് പറയുന്ന ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിച്ചാൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ വീണ്ടും അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാമെന്ന് കരുതുന്ന ടാർഗറ്റ് ലെവലുകളാണ് പുതിയ ലെവലുകളായാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 55,559 എന്ന് പറയുന്ന ലെവലാണ്. ആ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ പ്രൈസ് അല്പം വീക്കായേക്കാം. അങ്ങനെയെങ്കിൽ ഈ ലെവലുകളാണ് തുടർന്ന് ലഭിക്കാവുന്ന സപ്പോർട്ടുകളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ 55,239 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി പ്രവർത്തിച്ചേക്കാം. എന്തായിരുന്നാലും ഇന്നത്തെ ലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. 81,682 എന്ന ലെവലാണ് സെൻസെക്സിൽ ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ട് താഴെയായി 81,566 എന്ന മൈനർ സപ്പോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ 82,237 എന്ന ലെവലാണ് പ്രധാന റെസിസ്റ്റൻസ് ആയി വരും എന്ന് കരുതുന്നത്. അതിനിടയിൽ 82,069 എന്ന മൈനർ റെസിസ്റ്റൻസും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകളിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള മൈനർ സപ്പോർട്ട് സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യാം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 82,069 എന്ന ലെവലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാത്രം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ ഡൗൺ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഡേയ്സ് ലോ ആയിരിക്കും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് മുകളിൽ രേഖപ്പെടുത്തി കാണുന്നവ. എന്നാൽ ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് വന്നാൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺ സൈഡിലേക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് 81,566 എന്ന ലെവലാണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് അപ്പർ സൈഡിലേക്ക് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാൻ കഴിയും. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ലെവൽ. പ്രതീക്ഷിക്കേണ്ട ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്.
എന്നാൽ അതിന് താഴോട്ട് വീണ്ടും 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുന്നു എന്ന് വന്നാൽ തുടർന്ന് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് സഞ്ചരിച്ചേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത്. എന്നാൽ 81,142 എന്ന ലെവൽ അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായി നിലകൊള്ളും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതിന് താഴെയുള്ള 81,049 എന്ന ലെവലിന് താഴോട്ട് ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയാൽ പ്രൈസ് അല്പം കൂടെ വീക്കായേക്കാം. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് താഴെ രേഖപ്പെടുത്തി കാണുന്നത്. അപ്പോൾ ഇത്രയുമാണ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ അഥവാ ട്രേഡിംഗ് ലെവലുകൾ. നമ്മുടെ പബ്ലിക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് പതിവ് പോലെ വീഡിയോയുടെ താഴെ പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അവിടെ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് വോയിസ് മെസ്സേജിലൂടെ മാത്രം ഞാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. ഡിസ്ക്ലൈമർ: ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് ഒന്നുമല്ല. എൻ്റെ എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ട്രേഡിംഗ് ആവശ്യത്തിലേക്കായി തയ്യാറാക്കുന്ന കേവലമായ ട്രേഡിംഗ് പ്ലാൻ മാത്രമാണിത്. പഠനാർത്ഥം ചാനലിൻ്റെ വ്യൂവേഴ്സിനും പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എന്നാൽ ഗുണകരമാണ് നമ്മുടെ ട്രേഡിംഗ് ലെവലുകൾ എന്ന് ആണ് നിങ്ങളുടെ നിരീക്ഷണമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായ ട്രേഡേഴ്സിനും നമ്മുടെ ചാനൽ ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനൊപ്പം ലൈക്ക് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നാളെയും നല്ല ട്രേഡിംഗ് അവസരങ്ങൾ നൽകുന്ന മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ല ലാഭം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക്